മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ നടക്കുന്നത് നമ്മൾ പുറമേ കാണുന്ന കാഴ്ചകളല്ല. കർട്ടന് പിന്നിൽ വമ്പൻ രാജ്യങ്ങൾ തമ്മിൽ അതീവ രഹസ്യമായ ഒരു മിലിറ്ററി ഗെയിം തന്നെ കളിക്കുകയാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങളായ ഫസ്റ്റ് പോസ്റ്റും റോയിറ്റേഴ്സും ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ആ വാർത്ത ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ്. ഒരു വശത്ത് ഇറാന്റെയും അമേരിക്കയുടെയും ഇടയിൽ സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത, അതായത് പ്രിൻസിപ്പൽ മീഡിയേറ്ററായി നിൽക്കുന്നത് പാകിസ്ഥാനാണ്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന രഹസ്യ റിപ്പോർട്ടുകൾ പ്രകാരം ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ തങ്ങളുടെ വൻ സൈനിക വ്യൂഹത്തെയും യുദ്ധവിമാനങ്ങളെയും അതീവ രഹസ്യമായി സൗദി അറേബ്യയിൽ വിന്യസിച്ചിരിക്കുകയാണ്. വെറും ഒരു പ്രതീകാത്മക സഹായമല്ല ഇത്. കൃത്യമായ കോംബാറ്റ് കേപ്പബിൾ ഫോഴ്സ്, അതായത് യുദ്ധം ചെയ്യാൻ സർവ്വസന്നദ്ധരായ ഒരു വൻ സൈന്യത്തെയാണ് പാകിസ്ഥാൻ സൗദിയിലേക്ക് അയച്ചിരിക്കുന്നത്. എന്താണ് ഈ രഹസ്യ ഓപ്പറേഷന് പിന്നിൽ? ഇതിൽ ചൈനയുടെ പങ്ക് എന്താണ്? ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളെ തടയാൻ സൗദിക്ക് പാകിസ്ഥാൻ നൽകിയ ആ ആണവ ഉറപ്പ് എന്താണ്? പരിശോധിക്കാം. നമുക്ക് ആദ്യം ഇതിന്റെ പശ്ചാത്തലം ഒന്ന് നോക്കാം. മിഡിൽ ഈസ്റ്റിൽ ഇറാൻ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് ഇറാന്റെ ഭാഗത്തു നിന്നും സൗദി അറേബ്യയുടെ പ്രധാന എനർജി ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് നേരെ, അതായത് എണ്ണ നിലയങ്ങൾക്ക് നേരെ വൻ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. ഈ ആക്രമണത്തിൽ ഒരു സൗദി പൗരൻ കൊല്ലപ്പെടുകയും ചെയ്തു. ഇതോടെ ഗൾഫ് മേഖലയിലാകെ വൻ യുദ്ധഭീതി പടർന്നു. സൗദി ശക്തമായി തിരിച്ചടിച്ചാൽ യുദ്ധം കൈവിട്ടു പോകുമെന്ന് എല്ലാവരും ഭയന്നു. ഈ സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ തങ്ങളുടെ വമ്പൻ മിലിറ്ററി അസറ്റുകൾ സൗദിയിലേക്ക് അയക്കുന്നതിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. 5 ഒഫീഷ്യൽ സെക്യൂരിറ്റി സോഴ്സുകളെ ഉദ്ധരിച്ച് പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചൈനയുമായി ചേർന്ന് പാകിസ്ഥാൻ നിർമ്മിച്ച 16 JF-17 തണ്ടർ യുദ്ധവിമാനങ്ങളുടെ ഒരു മുഴുവൻ സ്ക്വാഡ്രൺ പാകിസ്ഥാൻ സൗദിയിലേക്ക് കിങ് അബ്ദുൽ അസീസ് എയർബേസിൽ ലാൻഡ് ചെയ്യിപ്പിച്ചു. ഇതിനൊപ്പം 2 സ്ക്വാഡ്രൺ ഡ്രോണുകളും ഇറാന്റെ മിസൈലുകളെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ തകർക്കാൻ ശേഷിയുള്ള ചൈനീസ് നിർമ്മിത HQ-9 എയർ ഡിഫൻസ് സിസ്റ്റവും പാകിസ്ഥാൻ സൗദിയിൽ വിന്യസിച്ചു കഴിഞ്ഞു. ആയുധങ്ങൾ മാത്രമല്ല, ഏകദേശം 8000 പാകിസ്ഥാൻ സൈനികരാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സൗദി മണ്ണിൽ എത്തിയിരിക്കുന്നത്. ആവശ്യമായി വന്നാൽ കൂടുതൽ സൈന്യത്തെ അയക്കാമെന്ന ഉറപ്പും പാകിസ്ഥാൻ നൽകിയിട്ടുണ്ട്. ഈ ആയുധങ്ങളും എയർ ഡിഫൻസ് സിസ്റ്റവും എല്ലാം പ്രവർത്തിപ്പിക്കുന്നത് പാകിസ്ഥാൻ മിലിറ്ററി പേഴ്സണൽ തന്നെയാണ്. എന്നാൽ ഇതിന്റെ മുഴുവൻ ചിലവുകളും, അതായത് ഫണ്ടിംഗ് വഹിക്കുന്നത് സൗദി അറേബ്യയാണെന്നാണ് മനസ്സിലാകുന്നത്. ഇനി ഇതിന്റെ പിന്നിലെ യഥാർത്ഥ മാസ്റ്റർ പ്ലാൻ എന്താണ് എന്നറിയാമോ? കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ പാകിസ്ഥാനും സൗദിയും തമ്മിൽ അതീവ രഹസ്യമായ ഒരു സ്ട്രാറ്റജിക് മ്യൂച്വൽ ഡിഫൻസ് എഗ്രിമെന്റ് ഒപ്പുവെച്ചിരുന്നു. ഈ ഒരു കരാറിന്റെ ഉള്ളടക്കം ഇപ്പോഴും വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് തുടരുകയാണ്. എന്നാൽ ഈ രേഖകൾ കണ്ട ഒരു ഗവൺമെന്റ് സോഴ്സ് വ്യക്തമാക്കുന്നത് ഈ കരാർ പ്രകാരം ആവശ്യമായി വന്നാൽ സൗദി അറേബ്യയുടെ അതിർത്തികൾ സംരക്ഷിക്കാൻ 80,000 പാകിസ്ഥാൻ സൈനികരെ വരെ സൗദിയിലേക്ക് വിന്യസിക്കാൻ അനുമതിയുണ്ട് എന്നാണ്. ഇതിനു പുറമെ പാകിസ്ഥാന്റെ യുദ്ധക്കപ്പലുകൾ, അതായത് വാർഷിപ്സ് വിന്യസിക്കാനും ഈ കരാറിൽ വ്യവസ്ഥയുണ്ട്. ഈ സഖ്യത്തിൽ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു പ്രസ്താവന നടത്തിയത് പാകിസ്ഥാൻ ഡിഫൻസ് മിനിസ്റ്റർ ഖ്വാജ ആസിഫ് ആണ്. അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ ഹിന്റ് നൽകിയത് സൗദി അറേബ്യ ഇപ്പോൾ പാകിസ്ഥാന്റെ ന്യൂക്ലിയർ അംബർല, അതായത് ആണവ സുരക്ഷാ കുടയ്ക്ക് കീഴിലാണ് എന്നാണ്. ഇവിടെ മറ്റൊരു രസകരമായ കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. സൗദി അറേബ്യയിൽ നിലവിൽ അമേരിക്കയുടെ അത്യാധുനിക പാട്രിയറ്റ് തേർഡ് എയർ ഡിഫൻസ് സിസ്റ്റങ്ങളുണ്ട്. അതിന്റെ കൂടെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ കൊണ്ടുവച്ചിരിക്കുന്ന ചൈനീസ് നിർമ്മിത HQ-9 സിസ്റ്റം കൂടി പ്രവർത്തിക്കുന്നത്. അതായത് വെസ്റ്റേൺ ആയുധങ്ങളും ചൈനീസ് ആയുധങ്ങളും ഒരേ സമയം സൗദിയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ഇത് കാണിക്കുന്നത് സൗദി തങ്ങളുടെ സുരക്ഷയ്ക്കായി ഇനി വെറും അമേരിക്കയെ മാത്രം ആശ്രയിക്കാൻ തയ്യാറല്ല എന്ന് തന്നെയാണ്. സാമ്പത്തികമായി കടുത്ത പ്രതിസന്ധിയിലായ പാകിസ്ഥാന് സൗദി നൽകുന്ന ബില്യൺ ഡോളറുകളുടെ സാമ്പത്തിക പാക്കേജുകൾക്ക് പകരമായിട്ടാണ് പാകിസ്ഥാൻ തങ്ങളുടെ മിലിറ്ററി പവർ സൗദിക്ക് പണയപ്പെടുത്തുന്നത്. പക്ഷേ ഈ നാടകത്തിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താണെന്ന് അറിയാമോ? ഈ വൻ സൈനിക വിന്യാസം നടത്തുമ്പോഴും ഇസ്ലാമാബാദിൽ ഇരുന്ന് അമേരിക്കയുടെയും ഇറാന്റെയും ഇടയിൽ സമാധാനം ഉണ്ടാക്കാൻ ഡീൽ സംസാരിക്കുന്നത് ഇതേ പാകിസ്ഥാനാണ്. കഴിഞ്ഞ 6 ആഴ്ചയായി മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കുന്ന വെടിനിർത്തലിന് വഴിയൊരുക്കിയത് പാകിസ്ഥാൻ നടത്തിയ നയതന്ത്ര നീക്കങ്ങളാണ്. ഒരു കൈയിൽ സമാധാനത്തിന്റെ വെള്ളരിപ്രാവും മറുകൈയിൽ റഷ്യ ചൈനീസ് സഖ്യത്തിന്റെ പിന്തുണയോടെയുള്ള യുദ്ധവിമാനങ്ങളുമായി നിൽക്കുന്ന പാകിസ്ഥാന്റെ ഈ ഇരട്ടത്താപ്പ്, അല്ലെങ്കിൽ ഡബിൾ സൈഡ് ഗെയിം, ഇറാനെ കടുത്ത രീതിയിൽ അസ്വസ്ഥമാക്കുന്നുണ്ട്. കാരണം പാകിസ്ഥാൻ അയച്ച സൈന്യം നിലവിൽ സൗദിയിൽ ട്രെയിനിങ് റോൾ ആണെന്ന് പറയുന്നുണ്ട് എങ്കിലും ഒരു യുദ്ധമുണ്ടായാൽ അവർ ഇറാനെതിരെ നേരിട്ട് പോരാടാൻ ഇറങ്ങുമെന്നത് വ്യക്തമാണ്. ചുരുക്കത്തിൽ പാകിസ്ഥാൻ സൗദിയിലേക്ക് ഈ വൻ സൈനിക വ്യൂഹത്തെ അയച്ചതോടെ മിഡിൽ ഈസ്റ്റിലെ പവർ ബാലൻസ് വീണ്ടും മാറിയിരിക്കുകയാണ്. സാമ്പത്തിക ലാഭത്തിന് വേണ്ടി സ്വന്തം സൈന്യത്തെ മറ്റൊരു രാജ്യത്തിന്റെ അതിർത്തി കാക്കാൻ വിട്ടുകൊടുക്കുന്ന പാകിസ്ഥാന്റെ ഈ പുതിയ തന്ത്രം മിഡിൽ ഈസ്റ്റ് യുദ്ധത്തെ കൂടുതൽ സങ്കീർണമാക്കുമോ? ഇത് ഇന്ത്യയുടെ സുരക്ഷയെ എങ്ങനെ ബാധിക്കും? കാത്തിരുന്ന് തന്നെ അറിയണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.